നമ്മൾ ഒരുമിച്ച എല്ലാം ചെയ്തത്. എന്നിട്ട് നീ ഇപ്പൊ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. എന്തിന്? ഞാൻ സ്നേഹയെ വിവാഹം കഴിച്ചതുകൊണ്ട് അല്ലേ? 1000 തെറ്റുകൾ ചെയ്യുന്നവരും ഒരവസരം കിട്ടിയാൽ നന്നാവാൻ ശ്രമിക്കാറുണ്ട്. അതിന് പോലും നിനക്ക് മനസ്സില്ല. എനിക്കൊരു നല്ല ലൈഫ് ഉണ്ടായി പോകുമെന്ന് നീ പേടിക്കുന്നു. ഞാൻ നിന്നെ ചതിക്കുമെന്ന് നീ വിചാരിക്കുന്നു. ഇതൊക്കെ പുറത്തു വന്നാൽ എനിക്ക് മാത്രമല്ല കുഴപ്പമുണ്ടാവാൻ പോകുന്നത്, നിനക്കും കൂടിയാ. അതുപോലും നീ ഓർക്കുന്നില്ല. എന്റെ ഒരു മൊഴി മതി എന്നോടൊപ്പം നിന്റെയും ജീവിതം അവസാനിക്കാൻ. അത് മറക്കരുത്. ഒന്നും എനിക്ക് കേൾക്കണ്ട. എന്നെ ചതിച്ച് രക്ഷപ്പെടാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. ഒരിക്കലും നന്നാവില്ല എന്ന ഒടുക്കത്തെ വാശി. എന്തൊക്കെ ചെയ്തു? എന്നിട്ടും എന്തിലെങ്കിലും ഒന്നിൽ ജയിക്കാൻ കഴിഞ്ഞോ? തെറ്റുകൾ 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 അല്ലാതെ മറ്റെന്തെങ്കിലും ഇന്ന് വരെ ചെയ്തിട്ടുണ്ടോ? നന്മയുടെ ഒരു വെളിച്ചമെങ്കിലും നിന്റെ ജീവിതത്തിലുണ്ടോ? നീ ഇതുവരെ ചെയ്തതിനെല്ലാം ഒരു ന്യായം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷെ ആ കുഞ്ഞുങ്ങളെ കൊല്ലാൻ നീ തീരുമാനിച്ചപ്പോ നിന്റെ മനസ്സിലെ ക്രൂരതയുടെ ആഴം എനിക്ക് മനസ്സിലായി. നിന്നോടൊപ്പം ഇനി ഞാനില്ല. അവസാനമായി ഞാൻ നിന്നോടൊന്നു പറയാം. ദേ, ഇതുപോലുള്ള തെളിവുകളുമായിട്ട് ഇനി എന്റെ പിന്നാലെ വരരുത്. വന്നാ ഒരിക്കൽ പരസ്പരം സ്നേഹിച്ചവരായിരുന്നു നമ്മളെന്നുള്ളത് ഞാനങ്ങ് മറക്കും. ഞാൻ തിരിച്ചടിക്കാൻ തുടങ്ങിയ നിനക്കത് താങ്ങാനാവില്ല. ഒന്ന് നിന്നെ. നിന്റെ പ്രസംഗം കൊള്ളാം. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് നിന്റെ തകർച്ചയാ. പ്രിയപ്പെട്ടതെല്ലാം നിനക്ക് നഷ്ടപ്പെടും. നഷ്ടപ്പെടുത്തും ഞാൻ. അത് വേണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചേ പറ്റൂ. ആലോചിക്ക്, എന്നിട്ടൊരു തീരുമാനം എടുക്ക. ഒന്നുറപ്പായി ഇവർക്കിടയിലുള്ള പ്രശ്നം ചെറുതല്ല. എന്തായാലും ഇവരുടെ ഈ രഹസ്യ കൂടിക്കാഴ്ച ഞാൻ അറിഞ്ഞെന്ന് രണ്ടുപേരെയും ഇപ്പൊ തന്നെ അറിയിക്കണം. ഈ പാതിരാത്രിക്ക് എന്തായിരുന്നു ധനുഷുമായിട്ടൊരു മീറ്റിംഗ്? നിങ്ങളും അവനും തമ്മിൽ എന്താ ബന്ധം? എന്തിനാ നിങ്ങൾ അവനെ ഭീഷണിപ്പെടുത്തിയത്? എല്ലാം ഞാൻ കണ്ടു. ഇപ്പൊ മാത്രമല്ല, മുൻപും നിങ്ങളെയും ധനുഷിനെയും ഇതേപോലെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളും ധനുഷും തമ്മിൽ ഈ വീട്ടിൽ മറ്റാർക്കും അറിയാത്ത എന്തോ ഒരു ബന്ധമുണ്ടെന്ന് മുന്നേ എനിക്ക് മനസ്സിലായത്. എന്തിനാ നിങ്ങളെ അവൻ ഇത്രയും ഭയക്കുന്നത്? ഇത്രയൊക്കെ മനസ്സിലാക്കിയെങ്കിൽ പിന്നെ നിനക്ക് അതും കൂടെ അങ്ങ് സ്വയം മനസ്സിലാക്കിക്കൂടെ? എന്തിനാ എന്നോട് ചോദിക്കുന്നത്? ഇപ്പൊ സ്നേഹയുടെ ഭർത്താവാണ് ധനുഷ്. അതിനിപ്പോ ഞാൻ എന്ത് വേണം? ഞാനിപ്പോ അവനെ കണ്ട് സംസാരിച്ചു എന്നുള്ളത് ശരിയാ. അതിൽ നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും നിന്നെ ബോധിപ്പിക്കേണ്ട ഒരു കാര്യവും എനിക്കില്ല. അതിന്റെ ഉത്തരം ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞോളാം. എന്നെ ചോദ്യം ചെയ്യാനും തെളിവെടുക്കാനും നീ ആരാ? കൊള്ളാം. കുറ്റം ചെയ്തിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും എളുപ്പ വഴിയാ ഇതുപോലെ തിരിച്ചു ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ധനുഷിനെയും നിങ്ങളെയും ഈ പാതിരാത്രിക്ക് ഒരുമിച്ച് പുറത്തു വെച്ച് കണ്ട അതിലൊന്നുമില്ലെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടിയല്ല ഞാൻ. ഒന്നുമില്ലെന്ന് ആരാ നിന്നോട് പറഞ്ഞേ? ഞാൻ പറഞ്ഞോ? സത്യം പറഞ്ഞാ നീ വിശ്വസിക്കില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ദേ, എനിക്കൊരു ഫോൺ വന്നപ്പോ മുറിയിൽ റേഞ്ച് കിട്ടാത്തതുകൊണ്ട് പുറത്തേക്ക് പോയി. അപ്പോ ധനുഷ് അവിടെ നിൽക്കുന്നത് കണ്ടു. ഞങ്ങൾ തമ്മിലൊന്ന് സംസാരിച്ചു പോയി. അതിനാണോ നിന്റെ ഈ ചോദ്യം ചെയ്യല്? എന്റെ മുന്നിൽ നിന്ന് കള്ളം പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ രണ്ടാളും പറയുന്നതൊന്നും ഞാൻ കേട്ടില്ല എന്നുള്ളത് സത്യം. പക്ഷെ രണ്ടുപേരും സംസാരിച്ച രീതിയും സാഹചര്യവും രണ്ടുപേർ അപ്രതീക്ഷിതമായി തമ്മിൽ കണ്ടപ്പോ സംസാരിച്ച പോലെ അല്ലായിരുന്നു. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ഓഹോ,
പിന്നെ എങ്ങനെയായിരുന്നു ഞങ്ങൾ സംസാരിച്ചത്? നിങ്ങൾ അവനെ ഭീഷണിപ്പെടുത്തുമല്ലായിരുന്നു. എനിക്ക് അങ്ങനെയാ തോന്നിയത്. തോന്നിയതല്ല, സത്യം അത് തന്നെയാ. സത്യം പറ, എന്തിനാ നിങ്ങൾ അവനെ ഭീഷണിപ്പെടുത്തിയത്? എനിക്കത് നിന്നോട് പറയാൻ സൗകര്യമില്ല. നീയേ കൊണ്ടുപോയി കേസ് കൊടുക്ക്. ആ? എന്നോട് നിങ്ങൾ പറയണ്ട. ഞാൻ കേസ് കൊടുക്കാനും പോകുന്നില്ല. പക്ഷെ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലാവുമെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലൊരു ദിവസം നന്ദേട്ടന്റെയും ഈ വീട്ടിലുള്ള എല്ലാവരുടെയും മുന്നിൽ നിങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. നിന്റെ ഈ ഭീഷണിയൊന്നും എന്നോട് വേണ്ട. നിന്റെ ഭരണത്തിന്റെ കീഴിൽ ഈ വീട്ടിലെ എല്ലാരും നിൽക്കുമായിരിക്കും. പക്ഷേ അതിന് എന്നെ കിട്ടില്ല. ഇതേ ആള് വേറെയാ. അതെ, ഇപ്പൊ നിങ്ങൾ പൊയ്ക്കോ. പക്ഷെ ഇത് ഞാൻ വിടാനൊന്നും പോകുന്നില്ല. നിങ്ങളെ കൊണ്ട് ഇതിനുള്ള മറുപടി ഞാൻ പറയിച്ചിരിക്കും. അവരും ധനുഷുമായിട്ട് എന്താ പ്രശ്നം? അത് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ ഞാൻ കണ്ടു. ഈ പാതിരാത്രിയിൽ ആരും കാണാതെ നിങ്ങൾ രണ്ടുപേരും കൂടി രഹസ്യമായിട്ട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ അതിനൊരു കാരണം കാണുമല്ലോ. ഏയ് വെറുതെ ഇവിടെ വെച്ച് തമ്മിൽ കണ്ടപ്പോ. അങ്ങനെ വെറുതെ എന്തെങ്കിലും സംസാരിക്കുന്ന പോലെ അല്ല എനിക്ക് തോന്നിയത്. അവര് ധനുഷിനെ എന്തോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന പോലെയാ എനിക്ക് മനസ്സിലായത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നില് എന്തോ രഹസ്യം ഉണ്ടെന്നും എനിക്ക് മനസ്സിലായി. ധനുഷിന് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. എല്ലാം ഞാൻ പിന്നീട് പറയാം. ധനുഷിന് നേരത്തെ വരില്ലേ? ആ, ഒന്ന് രണ്ട് മീറ്റിങ്ങുകളുണ്ട്. അത് കഴിഞ്ഞാൽ ഉടനെ വരും. പറ്റുമെങ്കിൽ വൈകിട്ട് നമുക്കൊരു സിനിമയ്ക്ക് പോവാം. ഞാൻ ബുക്ക് ചെയ്യട്ടെ? പിന്നെന്താ, എന്റെ പ്രോഗ്രാം കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഇങ്ങോട്ടെത്തും. അപ്പൊ ശരി. അപ്പൊ ശരി. ധനുഷ്, ഒരു മിനിറ്റ്. എനിക്ക് ധനുഷിന്റെ ഒരു ഹെൽപ്പ് വേണം. ധനുഷ് ടൗണിലേക്കല്ലേ പോകുന്നത്? അതെ. ഈ ബാഗില് 50 ലക്ഷം രൂപയുണ്ട്. ഒരാൾക്ക് കൊടുക്കാൻ അച്ഛൻ എന്നെ ഏൽപ്പിച്ചതാ. ഇവളെന്തിനാ ഇവന് 50 ലക്ഷം രൂപ കൊടുക്കുന്നത്? ഇതിലെന്തോ ഉടായ്പുണ്ടല്ലോ. എന്തായാലും ധനുഷ് ടൗണിലേക്കല്ലേ പോകുന്നത്. ഇതൊന്ന് അദ്ദേഹത്തെ ഏൽപ്പിച്ചാൽ നന്നായിരുന്നു. ഞാനിനി അതിനു വേണ്ടി ടൗണിലേക്ക് വരണ്ടല്ലോ. അതിനെന്താ, കൊടുക്കാലോ. ധനുഷിന് ബുദ്ധിമുട്ടാവില്ലല്ലോ. എന്ത് ബുദ്ധിമുട്ട്? എന്തായാലും ധനുഷ് ടൗണിലേക്കല്ലേ പോകുന്നേ. ആ വഴി തന്നെ കൊടുക്കുന്നത് കൊണ്ട് എന്താ ബുദ്ധിമുട്ടുള്ളേ? എടുത്ത് ധൈര്യമായിട്ട് കൊടുത്തോ. ആ, രാധാകൃഷ്ണ മേനോൻ എന്നാ അദ്ദേഹത്തിന്റെ പേര്. ധനുഷിന്റെ നമ്പർ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തേക്കാം. അദ്ദേഹം ധനുഷിനെ വിളിച്ചോളൂ. ശരി. പണം വേണ്ട ആൾക്ക് ഇവിടെ വന്ന് വാങ്ങിച്ചൂടെ? എന്തിനാ ധനുഷിന്റെ കൊടുത്തയക്കുന്നത്? ഇതൊരു നല്ല ചാൻസാ. ഈ 50 ലക്ഷം ഇവൻ കൃത്യമായിട്ട് അയാളെ ഏൽപ്പിച്ചാൽ ഇവൻ അർച്ചനയുടെ വിശ്വസ്തനായി മാറും. അത് പാടില്ല. ആ വിശ്വാസ്യത തകർക്കണം.
അർച്ചന അവനെ പരീക്ഷിച്ചതാണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. പക്ഷെ ഇതിലവൻ വിജയിച്ച അതോടെ അർച്ചന എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കും. ധനുഷ് ഇവിടെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി മാറുകയും ചെയ്യും. കിട്ടിയ അവസരം അവനും ഉപയോഗിക്കും അവരുടെ വിശ്വാസം പിടിച്ചു പറ്റാൻ. അവൻ കൂടുതൽ ആത്മാർത്ഥതയും സത്യസന്ധതയും കാണിക്കുകയും ചെയ്യും. അത് പാടില്ല. ഇതിൽ തന്നെ അർച്ചനയ്ക്ക് അവനോടുള്ള വിശ്വാസം പോണം. ഇനി ഒരിക്കലും അവൾ അവനെ വിശ്വസിക്കരുത്. ഹലോ അവന്തിക. മൂർത്തി, എനിക്ക് നിന്റെ ഒരു സഹായം വേണം. ഞാൻ എന്ത് ചെയ്യണമെന്ന് അവന്തിക പറഞ്ഞാ പോരെ? പക്ഷെ നിനക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്നത് ധനുഷിനോടാ. ധനുഷിനോടോ? എന്താ, നിനക്കത് പറ്റില്ലേ? ധനുഷിനെ എനിക്ക് പരിചയപ്പെടുത്തിയത് അവന്തികയാ. ആ അവന്തിക ഒരു കാര്യം പറഞ്ഞ ഒരു ധനുഷും എനിക്കൊരു പ്രശ്നമല്ല. ഗുഡ്. നീ ചെയ്യേണ്ട എന്താന്ന് ഞാൻ പറയാം. അവന്റെ കയ്യിൽ നിന്ന് ആ പണം തട്ടിയെടുത്ത് നീ എന്നെ ഏൽപ്പിക്കണം. പണം തട്ടിയെടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷേ അത് ആരുടെ കയ്യിൽ കൊടുക്കണമെന്നുള്ളത് ഞാൻ തീരുമാനിക്കും. അത് സമ്മതമാണെങ്കിൽ നമുക്ക് ഈ ഡീലുമായിട്ട് മുന്നോട്ട് പോവാം. എന്തു പറയുന്നു? സമ്മതം. നിന്റെ കൂലി എത്രയാണെന്ന് വെച്ചാ അതെടുത്തിട്ട് ബാക്കി പണം നീ എന്നെ ഏൽപ്പിച്ചാ മതി. സമ്മതം. നീ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെന്ന് ഇന്നെല്ലാവരുടെയും മുന്നിൽ ഞാൻ തെളിയിക്കും. ഹലോ, ഞാൻ വന്നുകൊണ്ടിരിക്കുക. ഉടനെ എത്തും. ഡീൽ നമുക്ക് ഇങ്ങനെ നടത്താം. പണത്തിൻ്റെ കാര്യം ഒരു പ്രശ്നമല്ല. ഇനി ഇങ്ങോട്ട് വിളിക്കണ്ട, നേരിൽ കാണാം. വണ്ടി എടുക്കടാ. എടുത്തി ഇത് ടെൻഷൻ ആവണ്ട. പണം കൊടുക്കാനുള്ള ആളിനെ കണ്ടുപിടിച്ച് പണം കൊടുത്തിട്ട് ധനുഷ് തിരിച്ചു വരുള്ളൂ.
വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫാ. സാധാരണ ധനുഷ് അങ്ങനെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാറില്ല. ഇത് ചിലപ്പോ ചാർജ് മാനം തീർന്ന് സ്വിച്ച് ഓഫ് ആയി പോയതായിരിക്കും. 50 ലക്ഷം രൂപയാ കയ്യിലുള്ളത്. അതൊക്കെ ധനുഷ് നോക്കിക്കോളൂ ഏട്ടത്തി. നിന്നെ ധനുഷ് വിളിച്ചായിരുന്നോ? ഉച്ചയ്ക്ക് വിളിച്ചതാ, പിന്നെ വിളിച്ചിട്ടില്ല. പണം കിട്ടാനുള്ള ആളായി വിളിക്കുന്നത്. ഇത് കുറേ തവണയായി വിളിക്കുന്നു. ഹലോ, അച്ഛനെ എന്നെ പറ്റിക്കാണോ? എത്ര സമയമായി ഞാൻ ഇവിടെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ പണം തേടില്ല. സാറ് പേടിക്കണ്ട. പണമായിട്ട് ഉടൻ ആൾ അവിടെ എത്തും. വരാമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞിട്ട് മണിക്കൂർ എത്രയായി? വിശ്വസിക്കാവുന്ന ആളിനെ തന്നെയാണോ പണം കൊടുത്തു വിട്ടത്? അതെ, വിശ്വസിക്കാവുന്ന ആള് തന്നെയാ. പണത്തിന്റെ കാര്യമല്ലേ? അതും രൂപ 1-2 അല്ല, 50 ലക്ഷം കയ്യില്. അതുമായി മുങ്ങിയാൽ തീർന്നില്ല എല്ലാം. ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഞാൻ അവിടെ വന്ന് പണം വാങ്ങിക്കോളാം. മേനോൻ സാറ് പേടിക്കണ്ട. പണത്തിന്റെ കാര്യത്തില് ഒരു കുഴപ്പവും വരില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. എന്താ അടുത്ത് അയാൾ പറയുന്നത്? ധനുഷ് ഇതുവരെ അവിടെ എത്തിയില്ല. പിന്നെ പണവുമായി ധനുഷ് എവിടെ പോയി? അവനതുമായിട്ട് മുങ്ങിക്കാണും. വേറെ എവിടെ പോവാൻ? അവനതുമായിട്ട് എപ്പോഴേ മുങ്ങിക്കാണും. 50 ലക്ഷം രൂപയല്ലേ ഒറ്റയടിക്ക് അവൻ്റെ കൈ കിട്ടിയത്. അപ്പൊ പിന്നെ അതുമായിട്ട് മുങ്ങിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഏട്ടത്തി അല്ലാതെ മറ്റാരെങ്കിലും അവൻ്റെ പണം കൊടുത്തു വിടുമോ? ചതിയനാണവൻ. ആരെയും ചതിക്കാൻ ഒരു മടിയുമില്ല. നന്ദേട്ടാ, ധനുഷിനെ കുറിച്ച് അങ്ങനെയൊന്നും പറയണ്ട. പിന്നെ എങ്ങനെ പറയണം? അവൻ നല്ല ഒന്നാം തരം കള്ളനാ. അട്ടയെ പിടിച്ച് എത്ര മെത്തേ കിടത്താൻ ശ്രമിച്ചാലും അത് കിടക്കില്ല. അതാ പഴയ ചെളിക്കുണ്ടിലേക്ക് തിരിച്ചു പോകത്തേ ഉള്ളൂ. മതി അധിക്ഷേപിച്ചത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എന്റെ ധനുഷ പണവും കൊണ്ട് എങ്ങോട്ടും പോയില്ല. ഓ, പിന്നെ അവൻ എവിടെ പോയി? ഈ കാര്യം പോലീസിൽ അറിയിക്കുന്നതാണ് നല്ലത്. അവരാവുമ്പോ എവിടെ നിന്നെങ്കിലും പൊക്കി എടുത്തോളൂ. നീ ആ ഫോണിൽ തന്നെ ഞാൻ സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ച് പറയാം. വേണ്ട, ധനുഷ് വരുമെന്ന് നമുക്ക് കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യാം. അതെ, ആ പണം ഇനി തിരികെ കിട്ടുമൊന്നുമില്ല. അത് പോയി. അതെങ്ങനെ ഏട്ടത്തിക്കറിയാം? പണം പോയി. വെക്കുമ്പോ ആലോചിക്കണമായിരുന്നു. നന്നായി നന്ദേട്ടാ. ധനുഷിന് ആരാ ഈ വീട്ടിലോട്ട് ആദ്യം കൊണ്ടുവന്നേ? ധനുഷിന് ഈ വീട്ടിൽ എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തത് ആരാ? ഒരിക്കൽ നന്ദേട്ടന് എല്ലാം ആയിരുന്നല്ലോ ധനുഷ്. എന്നിട്ടിപ്പോ ഞാൻ അവനെ കല്യാണം കഴിച്ചതിന്റെ വൈരാഗ്യം തീർക്കാൻ വേണ്ടി അവനെ കള്ളനാക്കുന്നു അല്ലേ? നീ എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട. എത്രയും പെട്ടെന്ന് പോലീസിൽ അറിയിക്കാൻ നോക്കുന്നതേട്ടാ, അതാ നല്ലത്. അവനിപ്പോ വേറെ ജോലിയൊന്നുമില്ലല്ലോ. പണത്തിന് അത്യാവശ്യം കാണും. മതി, ഇനി എന്റെ ധനുഷിനെ പറ്റി ഒരു അക്ഷരം മിണ്ടിപ്പോരുത്. ഹലോ, ആരാ? എടുത്തി. എന്തു പറ്റി മോളെ? എടുത്തി, ധനുഷ്. എന്ത് എന്താ എന്തു പറ്റി? മോളെ, കരയാതെ എന്താന്ന് പറ.